ഹരേ കൃഷ്ണ. മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഞ്ചപാണ്ഡവരുടെ വനവാസത്തിനിടയിൽ ലോമശ മഹർഷി പഞ്ചപാണ്ഡവരെയും കൂട്ടി തീർത്ഥയാത്രാ സ്നാനത്തിന് പോയി. അതിനിടയിൽ ലോമശ മഹർഷി താപസന്മാരെ പഞ്ചപാണ്ഡവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഭൃഗു മഹർഷി, അങ്കിരസ് മഹർഷി, വസിഷ്ഠ മഹർഷി, കശ്യപ മഹർഷി, ഇങ്ങനെ. അതിൽ പരശുരാമൻ്റെ അനുചരനായ ആകൃതവ്രണനും ഉണ്ടായിരുന്നു. യുധിഷ്ഠിര മഹാരാജാവ് ആകൃതവ്രണൻ്റെ അടുത്ത് ചോദിച്ചു, താപസന്മാർക്ക് എന്നാണ് പരശുരാമനെ കാണാൻ പറ്റുക? ആകൃതവ്രണൻ പറഞ്ഞു, യുധിഷ്ഠിര മഹാരാജാവെ, ഭവാൻ ഇവിടെ എത്തുമെന്ന് മുന്നേ തന്നെ അറിഞ്ഞിട്ടുണ്ട്. പരശുരാമനെ ഭവാനിൽ വളരെയധികം പ്രീതിയുണ്ട്. അതുകൊണ്ട് അങ്ങേക്ക് താമസിയാതെ പരശുരാമനെ കാണാൻ പറ്റും. ചതുർദശിയിലും അഷ്ടമിയിലും രാമനെ പതിവായി താപസന്മാർ കാണുന്നുണ്ട്. ഈ രാത്രി ചതുർദശിയാണ്. നാളെ അങ്ങേക്ക് തീർച്ചയായും പരശുരാമനെ കാണാൻ സാധിക്കും. യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു, മഹാബലവാനായ ആ പരശുരാമൻ അനുഗാമിയായി ഭവാൻ പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങ് നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ. പരശുരാമൻ ക്ഷത്രിയരെയൊക്കെ വെല്ലുവിളിക്കാൻ എന്താണ് കാരണം? ആ കഥകളൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ട്. അങ്ങേക്ക് പറയാവോ? ആകൃതവ്രണൻ പറഞ്ഞു, തീർച്ചയായും സസന്തോഷം ഞാൻ പറഞ്ഞു തരാം. ആ ഉത്തമമായ കഥകളൊക്കെ അങ്ങ് കേൾക്കുക. പരശുരാമൻ കാർത്യവീര്യാർജുനനെ വധിച്ച കഥ ഞാൻ പറയാം. ഹേ പാണ്ഡവ, 1000 കൈയുള്ളവനായിരുന്നു കാർത്യവീര്യാർജുനൻ. ദത്താത്രേയ മഹർഷിയുടെ അനുഗ്രഹം വരവും മൂലം അവന് ഒരു സ്വർണ്ണ വിമാനവും ഐശ്വര്യവും ലോകത്തിൻ്റെ സർവാധിപത്യവും ലഭിച്ചു. മാത്രവുമല്ല, ആ കാർത്യവീര്യാർജുനൻ്റെ രഥം ഒരിക്കലും ആർക്കും തടുക്കാൻ സാധിക്കാത്തതുമാണ്. ഇങ്ങനെ വരവീര്യത്താൽ അഹങ്കാരിയായി തീർന്ന അവൻ ആ തേരിൽ കയറി എല്ലാ സമയവും സർവ്വദിക്കിലും ചെന്ന് ദേവന്മാരെയും ഋഷികളെയും മർദ്ദിക്കുക പതിവായിരുന്നു. ഉപദ്രവം സഹിക്കാതായപ്പോൾ ദേവന്മാരും മഹാവ്രതരായ ഋഷിമാരും സാക്ഷാൽ മഹാവിഷ്ണുവിനെ കണ്ട് തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചു. മഹാവിഷ്ണു അറിയിച്ചു, എല്ലാ പ്രശ്നങ്ങൾക്കും ഉടനെ തന്നെ പരിഹാരം കാണുന്നതാണ്. ഇത് കേട്ടതും ദേവന്മാരും മഹർഷിമാരും അവരവരുടെ സ്വസ്ഥാനങ്ങളിലേക്ക് പോയി. അതിനിടയിൽ കന്യാകുബ്ജത്തിലെ മഹാബലവാനായ ഗാദി എന്നു പ്രസിദ്ധനായ രാജാവ് അദ്ദേഹത്തിൻ്റെ അതിസുന്ദരിയായ മകളെയും കൂട്ടി വനവാസത്തിന് പോകുകയുണ്ടായി. അതിസുന്ദരിയായ അദ്ദേഹത്തിൻ്റെ കന്യകയെ കണ്ട് ഋജീക മഹർഷിക്ക് ഗാദി രാജാവിൻ്റെ പുത്രിയെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് ആഗ്രഹം തോന്നി. ഗാദി രാജാവ് തൻ്റെ മകളെ ഋജീക മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. തൻ്റെ ഇഷ്ടഭാര്യയുമൊത്ത് ഋജീക മഹർഷി യഥാകാമം ലീലാലോലനായി നടക്കവേ ഋജീക മഹർഷിയുടെ പിതാവായ ഭൃഗു മഹർഷി അവിടെ എത്തി. ഭാര്യയോടൊത്ത് സന്തോഷത്തോടെ കഴിയുന്ന പുത്രനെയാണ് ഭൃഗു മഹർഷി അവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെ തൻ്റെ പുത്രനെ അത്രയും സന്തോഷിപ്പിക്കുന്ന ഭാര്യയുടെ അടുത്ത് ഭൃഗു മഹർഷി ചോദിച്ചു, മകളെ, ഞാൻ നിന്നിൽ പ്രീതനായിരിക്കുന്നു. നീ വരം ചോദിക്കുക, നീ ഇച്ഛിക്കുന്നത് ഞാൻ തരാം. ആ സുന്ദരി സത്യവതി ചോദിച്ച വരം തനിക്കൊരു പുത്രൻ ഉണ്ടാകണേ എന്നാണ്. ഭൃഗുമഹർഷിയുടെ വരത്താൽ സത്യവതി ഗർഭിണിയായി. യഥാകാലം ഭാർഗവനന്ദനായി ജമദഗ്നിയെ സത്യവതി പ്രസവിച്ചു. ആ പുത്രൻ തേജസ്വിയായി വിളങ്ങി. വേദാധ്യയനത്തോടുകൂടി അവൻ വളർന്നു. അവനിൽ ധനുർവേദമൊക്കെ തന്നെത്താനെ വിളങ്ങി. ചതുർവിധമായ അസ്ത്രഗണങ്ങളെ ഭാസ്കരോപമ തേജസ്വിയായ അവൻ ആരും പഠിപ്പിക്കാതെ തന്നെ സ്വയം നേടി. മഹാതപസ്വിയും വേദജ്ഞനുമായ ജമദഗ്നി ദേവന്മാർ തനിക്ക് അധീനരായി തീരത്തക്ക വിധം തപസ് ചെയ്തു. പിന്നീട് ജമദഗ്നി പ്രസേനജിത്ത് എന്ന രാജാവിൻ്റെ മകളായ രേണുകയെ വിവാഹം കഴിച്ചു. രേണുകാദേവിക്കും ജമദഗ്നി മഹർഷിക്കും 4 പുത്രന്മാരുണ്ടായി വന്നു. 5ാമത്തെ പുത്രനായി പരശുരാമനും ഉണ്ടായി. എല്ലാവരിലും താഴെ ഉണ്ടായ രാമനാണ് പ്രാപ്തിയിലും തേജസ്സിലും ഒന്നാമനായത്. ഒരിക്കൽ ആഹാരത്തിനായി ഫലം കൊണ്ടുവരാനായി എല്ലാ പുത്രന്മാരും പോയ സമയത്ത് നിയതവ്രതയായ രേണുക കുളിക്കുവാൻ പോയി. കുളി കഴിഞ്ഞു മടങ്ങുമ്പോൾ യാദൃച്ഛികയാ ചിത്രരഥൻ എന്ന രാജാവ് തൻ്റെ ഭാര്യമാരോടൊത്ത് ആറ്റിൽ കുളിച്ച് ജലക്രീഡ ചെയ്യുന്നത്
കാണാനിടയായി രേണുക. സുന്ദരനും ഋദ്ധിമാനുമായ ആ രാജാവിനെ കണ്ട് രേണുക കാമമോഹിതയായി. അവൾ മനസ്സുകൊണ്ട് അവനുമായി വ്യഭിചരിച്ചു. വൈകി ആശ്രമത്തിലെത്തിയ രേണുകയുടെ ഭർത്താവ് അവളിലുണ്ടായ കാമവികാരം ഗ്രഹിച്ചറിഞ്ഞു. ബ്രഹ്മതേജസ്സറ്റ് നിഷ്പ്രഭയായ അവളെ കണ്ടയുടനെ തന്നെ ജമദഗ്നി മഹർഷി ക്രോധം കൊണ്ട് ജ്വലിച്ചു. ഉടനെ തന്നെ പുത്രരിൽ ജ്യേഷ്ഠനായ രുമണ്ണോൻ അവിടെയെത്തി. പിന്നാലെ സുഷേണനും വസുവും വിശ്വാവസുവുമെത്തി. അവരോട് അമ്മയെ കൊല്ലുവാൻ അച്ഛൻ കൽപ്പിച്ചു. സ്നേഹശീലരായ അവർ ബുദ്ധികെട്ട് ഒന്നും മിണ്ടാതെയിരുന്നു. മഹർഷി കോപത്താൽ അവരെ ശപിച്ചു. ശാപത്താൽ ജഡതുല്യരായി തീർന്നു അവർ. പരശുരാമൻ ഒടുവിലാണ് ആശ്രമത്തിലെത്തിയത്. ജമദഗ്നി അവനോട് പറഞ്ഞു, പാപിനിയായ നിന്റെ അമ്മയെ ഉടനെ കൊല്ലുക മകനെ, ദുഃഖിക്കരുത്. അച്ഛൻ്റെ കൽപ്പന കേട്ടയുടനെ പരശുരാമൻ വെൺമഴു വീശി അമ്മയുടെ ശിരസ്സു ഛേദിച്ചു. ഉടനെ തന്നെ മഹാത്മാവായ ജമദഗ്നി മഹർഷിയുടെ കോപം അടങ്ങി. രാമനിൽ പ്രസാദിച്ച് പ്രസന്നനായി മഹർഷി ഇപ്രകാരം പറഞ്ഞു: രാമ, ഉണ്ണി, അതിദുഷ്കരമായ കർമ്മമാണ് ധർമ്മജ്ഞ നീ എൻ്റെ വാക്കുമൂലം ചെയ്തത്. നീ മനസ്സാൽ ആഗ്രഹിക്കുന്നത് എന്തും എന്നിൽ നിന്ന് വരിക്കുക. ഉടനെ രാമൻ പറഞ്ഞത്, ആദ്യമായി അമ്മ ജീവിക്കണമെന്നും താൻ അമ്മയെ കൊന്നത് എന്നേക്കുമായി വിസ്മരിക്കണമെന്നും അതുമൂലം പാപം സംഭവിക്കരുതുമെന്നാണ്. രണ്ടാമതായി ജ്യേഷ്ഠന്മാർ മുമ്പത്തെ മട്ടിൽ ആകണമെന്നും മൂന്നാമതായി താൻ പോരിൽ അജയനാകണമെന്നും തനിക്ക് ദീർഘായുസ്സുണ്ടാകണമെന്നുമാണ്. മഹാതപസ്വിയായ ജമദഗ്നി മഹർഷി രാമൻ്റെ ആഗ്രഹമൊക്കെ അനുഗ്രഹിച്ചു നൽകി. പിന്നീട് ഒരു ദിവസം ജമദഗ്നി മഹർഷിയുടെ പുത്രന്മാരെല്ലാം പുറത്തു പോയ സന്ദർഭത്തിൽ വീരനായ കാർത്യവീര്യാർജുനൻ ആശ്രമത്തിൽ കയറി വന്നു. മുനിപത്നി അവരെ വേണ്ട പോലെ ആദരിച്ചു. എന്നാൽ കാർത്യവീര്യാർജുനന് അതിലൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. കരയുന്ന ഹോമപശുവിൻ്റെ കിടാവിനെ ആശ്രമത്തിൽ നിന്ന് പിടിച്ച് അപഹരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. രാമൻ വന്നപ്പോൾ അച്ഛൻ ഈ വൃത്താന്തമെല്ലാം പുത്രനോട് പറഞ്ഞു. പശുവിൻ്റെ കരച്ചിൽ കേട്ട് വല്ലാതെ ക്രുദ്ധനായി രാമൻ കാർത്യവീര്യാർജുനനോട് എതിരേറ്റു. പോരിൽ വിക്രമം കാണിച്ച് ആക്രമിച്ച് കാർത്യവീര്യാർജുനൻ്റെ 1000 കരങ്ങളും കത്തി അമ്പെയ്ത് അറുത്തു. ഇങ്ങനെ രാമനുമായുണ്ടായ പോരിൽ കാർത്യവീര്യാർജുനൻ കാലധർമ്മം പ്രാപിച്ചു. കാർത്യവീര്യാർജുനനെ കൊന്നതിൽ രാമനിൽ ക്രുദ്ധനായ കാർത്യവീര്യാർജുനൻ്റെ ദയാദികൾ ആശ്രമത്തിൽ രാമൻ ഇല്ലാത്ത തക്കം നോക്കി കടന്നു ചെന്ന് ജമദഗ്നി മഹർഷിയെ ഉപദ്രവിച്ചു. മഹാശക്തനായിരുന്നിട്ടും ധ്യാനനിരതനായിരുന്നതിനാൽ ജമദഗ്നി മഹർഷി അവരോട് യുദ്ധം ചെയ്തില്ല. പകരം രാമ രാമ എന്ന് ഉറക്കെ നിലവിളിച്ച് കരയുകയാണ് ചെയ്തത്. എന്നാൽ അവർ പ്രയോഗിച്ച ശരങ്ങളേറ്റ് മഹർഷി മരിച്ചു. അവർ വന്ന വഴിക്ക് പോവുകയും ചെയ്തു. ഇതിനു ശേഷമാണ് പരശുരാമൻ ആശ്രമത്തിലേക്ക് വന്നതും ഈ ദാരുണമായ കാഴ്ച കണ്ടതും. അച്ഛൻ മരിച്ചു കിടക്കുന്നത് കണ്ട് വീരനായ രാമൻ ഒരുപാട് ദുഃഖിച്ച് വിലപിച്ച് കരഞ്ഞു. പിതാവിനെ അഗ്നി കൂട്ടി ദഹിപ്പിച്ചതിനു ശേഷം ഉഗ്രമായ കോപത്തോടെ മഹാബലവാനും വീര്യനുമായ രാമൻ പോരിനായി ശസ്ത്രമെടുത്തു. താൻ ഒറ്റയ്ക്ക് ചെന്ന് കാർത്യവീര്യാർജുനൻ്റെ സകല മക്കളെയും കൊന്നുകളഞ്ഞു. അവരുടെ അനുഗാമികളായ എല്ലാ ക്ഷത്രിയന്മാരെയും കൊന്നു. ശിക്ഷിക്കുന്നവരിൽ ശ്രേഷ്ഠനായ രാമൻ ഭൂമി 21 വട്ടം സഞ്ചരിച്ച ശേഷം ആ ഭൂമിയിൽ കണ്ട സകല അധർമ്മികളായിട്ടുള്ള ക്ഷത്രിയന്മാരെയും കൊന്നൊടുക്കി. അവരുടെ രക്തം കൊണ്ട് രാമൻ 5 തടാകങ്ങൾ സൃഷ്ടിച്ചു. അത് സമന്തപഞ്ചകം എന്ന പേരിൽ അറിയപ്പെട്ടു. ആ രക്തഹ്രദങ്ങളിൽ പിതൃക്കൾക്ക് പരശുരാമൻ പിതൃതർപ്പണം ചെയ്തു. പിന്നീട് തൻ്റെ മുത്തച്ഛനായ ഋജീക മഹർഷിയെ നേരിൽ കണ്ടു. മുത്തശ്ശൻ പരശുരാമന് വേണ്ടവണ്ണം നല്ല ഉപദേശങ്ങൾ നൽകി. അതിനുശേഷം പരശുരാമൻ ദേവന്മാരെ വേണ്ട വിധത്തിൽ അർപ്പിച്ചു പൂജിച്ചു. പിന്നീട് തങ്ങളുടെ ഭൂമിയെല്ലാം ബ്രാഹ്മണർക്ക് കശ്യപർക്ക് വീതിച്ചു കൊടുത്തു. അതിനുശേഷം പരശുരാമൻ ശൈലേന്ദ്രനായ മഹേന്ദ്രത്തിൽ വന്ന് തപസ് ചെയ്തു. ഇപ്രകാരമാണ് രാമന് ലോകത്തുണ്ടായിരുന്ന ക്ഷത്രിയന്മാരോടും വൈര്യമുണ്ടായത്. അമിത തേജസ്സായ അവൻ ഭൂമി മുഴുവൻ ജയിച്ചതും അങ്ങനെയാണ് യുധിഷ്ഠിര മഹാരാജാവേ. പിന്നെ ചതുർദശി ദിവസം മഹാത്മാവായ രാമൻ മുൻ നിശ്ചയിച്ചതനുസരിച്ച് ധർമ്മരാജാവിന് മുന്നിൽ പ്രത്യക്ഷനായി.
അനുജന്മാരോടുകൂടെ യുധിഷ്ഠിര മഹാരാജാവ് പരശുരാമനെ പൂജിച്ചു. ബ്രാഹ്മണരെയും പാണ്ഡവർ പൂജിച്ചു. പരശുരാമനെ അർപ്പിച്ചതിനു ശേഷം രാമനാൽ അനുമോദിക്കപ്പെട്ട് അന്നു രാത്രി മഹേന്ദ്രപർവ്വതത്തിൽ തന്നെ ആ പാണ്ഡുനന്ദനന്മാർ പാർത്തു. പിറ്റേന്ന് അവിടെ നിന്നും തെക്കോട്ട് വീണ്ടും യാത്രയാരംഭിച്ചു. ഹരേ കൃഷ്ണ.